ഈവൻ ബി എഡ്യൂക്കേഷൻസ് കോട്ടക്കലോത്സവം മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരം കാണാനും വേദിയുടെ കാണികളിരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ്. ഇപ്പം നമുക്കിപ്പം ഇങ്ങനെ ഒരു മത്സരം കാണാൻ വന്ന, അതായത് നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ, ഒരു പരിപാടി നടക്കുമ്പോൾ കാണാൻ വരണ്ടേ. അത്തരത്തിലൊരു കുടുംബം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്ത് പേര് ചേച്ചി? ഷിൽജ വിനോദ്. മോളുടെ പേരെന്താ? സാൻവിക ലക്ഷ്മി. എൻ്റെ പേര് വിനോദ്. മോൻ്റെ പേരെന്താ? ശിവസൂര്യ. മോൻ്റെ പേരോ? കാശിനാഥ്. എന്താ കഴിക്കണേ? ഒന്നുമില്ല. എന്താ ചെയ്യണത്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കോട്ടക്കല്, ഹസ്ബൻഡ് ഓഫീസിലാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്താ ചെയ്യണത്? ഞാൻ ഈ സിനിഫോസിസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കോട്ടക്കൽ. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മെയിനായിട്ടുള്ള കോഴ്സുകളായിട്ടാണോ ഉണ്ടാവുക? നമുക്ക് 3 മന്ത് 6 മന്ത് 1 ഇയർ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പഠിച്ച് നമുക്കൊരു റെഗുലർ ഇൻകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും അത് പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മളത് വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ച് നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ വേദികളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കലോത്സവ വേദികളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഏതൊക്കെ മത്സരങ്ങൾ കണ്ടു? വേദികൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളിതിന് മുന്നേ CBSEയുടെ സ്റ്റേറ്റ് കലോത്സവം കാണാൻ പോയിരുന്നു. കാണാനായിട്ട് പോയതാണോ? അല്ല, മോൾക്കാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊച്ചു മിടിക്കുകയാണോ കലാകാരി? എന്തായിരുന്നു മോള് പ്രോഗ്രാം? മോണോ ആക്ട് ഉണ്ടായിരുന്നു, മൈമും ഉണ്ടായിരുന്നു. എന്താ പോയിട്ട് എന്ത് കിട്ടി? മൈമിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, മോണോ ആക്ടിൽ സെക്കൻഡ് പ്രൈസ്. ചില്ലറക്കാരി അല്ല. എന്താണ് ഒരു അവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പീരിയൻസും ഒന്ന് പറയാമോ? കാരണം അവിടെ മത്സരിക്കുന്നു, ഇവിടെ വന്നു, ഇതെന്താണ് കണ്ടിട്ട് എന്ത് തോന്നണം? ഇവിടുത്തെ രണ്ടുപേരും വ്യത്യാസമുണ്ടോ? അവിടെ പോയപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ല പോയത്, സോ വേറെ ഉള്ള പ്രോഗ്രാംസ് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇവിടെ നല്ല എല്ലാ പ്രോഗ്രാംസും കാണാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇവിടെ കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? എനിക്ക് മോണോ ആക്ട് നല്ല ഇഷ്ടമായി. പിന്നെ എല്ലാ പ്രോഗ്രാംസും നന്നായിരുന്നു. എല്ലാ പ്രോഗ്രാംസും ഇഷ്ടമായി. ഇവര് ആരാണ്? ഇത് അനിയനാണ്, ഇത് കസിനാണ്. നിങ്ങൾ എന്തെങ്കിലും പങ്കെടുക്കോ? പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ടോ? സ്റ്റേജിലൊക്കെ പാട്ട് പാടുമോ? താല്പര്യമുള്ള വ്യക്തിയാണ്. ആണല്ലേ, മോണാക്ട് താല്പര്യം. ഇപ്പൊ പാട്ട് പാടുവോ? ഒരു പാട്ട് പാടുവോ? എന്നാ പാടിക്കോ. പാടില്ല? ഇല്ല, എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഞാൻ പാടില്ല. എന്തായാലും കലോത്സവ വേദികൾ ഓരോന്നും നടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഒപ്പനയാണ്. ഒപ്പന എങ്ങനെയുണ്ട്? കണ്ടിരുന്നോ ഒപ്പന? ഒപ്പന കണ്ടിരുന്നോ? കുഴപ്പമില്ല, നല്ല. 13 വട്ടം മണവാട്ടിയ ആളാണ് ഞാൻ. 13 വട്ടം മണവാട്ടിയോ? അത് ലെവൽ തൊട്ട് സബ് ജില്ലയിലൊക്കെ പോയിരുന്നോ? ലെവല് ഫസ്റ്റ്. അത് കൊള്ളാം. 13 ഫസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ഏതായിരുന്നു വർഷം? ടെക്നിക്കൽ ഹൈസ്കൂളായിരുന്നു. അങ്ങനെ പോയിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്, ഇനി ചേട്ടൻ എന്തെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുത്തിരുന്നോ? ഞാൻ ആദ്യം പങ്കെടുത്തിരുന്നു, ഡ്രാമ അങ്ങനത്തെ ഇതിലൊക്കെ പങ്കെടുത്തിരുന്നു, ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അപ്പൊ എന്തായാലും ഫാമിലി ഫുള്ള് കലാകാരന്മാരാണെന്ന് പറയാം അല്ലേ? അമ്മ മണവാട്ടിയായിരുന്നു പണ്ട് തൊട്ടേ, അച്ഛൻ ഡ്രാമയിലുണ്ടായിരുന്നു, ഇപ്പം മകള് മോണാക്റ്റും മൈമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അടുത്ത ആൾ മോണാക്റ്റിൽ താല്പര്യമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഫാമിലി ഫുള്ള് കലയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കലോത്സവ വേദിയിലേക്ക് എത്തിയിട്ടുള്ളതും. എന്തായാലും എല്ലാവിധ ആശംസകളും. സംരംഭമാണെങ്കിലും അതുപോലെ തന്നെ കലയാണെങ്കിലും എല്ലാം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണാം.